മനസ്സിൽ ഭയങ്കര സംഘർഷം നടക്കുന്നത്. ഒരു തിന്മയും നന്മയും തമ്മിലുള്ള നിരന്തരമായ യുദ്ധമാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നടക്കുന്നത്. ആര് ജയിക്കുന്നു എന്ന് ചോദിച്ചാൽ ആര് ജയിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കർമ്മം വരിക. അവിടെ നന്മ ജയിച്ചാൽ നിങ്ങളിൽ നിന്ന് നന്മ വരും. തിന്മയാണ് ജയിക്കുന്നതെങ്കിൽ നമ്മിൽ നിന്ന് തിന്മ ഉടലെടുക്കും. അതാണ് യുദ്ധക്കളം. അല്ലാതെ വേറെ ഒരു സ്ഥലവുമല്ല യുദ്ധക്കളം. അതാണ് യുദ്ധഭ്യഹൂന അബ്നാഅക്കും വയസ്തഹീയൂന നിസാഅക്കും. അതാണ് അവരെയാണ് ഇയാൾ ജീവിതത്തിലേക്ക് ജീവിക്കാൻ വേണ്ട പണികൾ ചെയ്തിരുന്നത്. ലാലിക്കും ബലാവും റബ്ബിക്കും അലീം. ബലാവ് എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നല്ല, അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല എന്ന് സിദ്ദീഖ് പറഞ്ഞു. അത് പറഞ്ഞു അദാബ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇവര് പറയുന്ന അദാബ് എന്ന് പറഞ്ഞാൽ കൊടിയ ശിക്ഷയാണ്. റഹ്മാനാണെന്നും പറയും ചെയ്യുക, കൊടിയ ശിക്ഷയും ശിക്ഷിക്കുക. അത് കുറ്റണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും തുണിയൊന്നും മുട്ടിച്ചതായി ഇറങ്ങിയത്, കൈ ചൂണ്ടാത്തത്, ഒരു തുള്ളി മൂത്രം അവസാനം വറ്റാത്തത്, ഇങ്ങനെ ചെറിയ കുറ്റമുള്ളൂ. അതിനാണ് കാലാകാലത്തിട്ട് ഒരിക്കണ ശിക്ഷ. അദാബ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ്, മനസ്സിന്റെ ശുദ്ധീകരണമാണ്. എന്നപോലെ തന്നെ ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണമല്ല. ഈ ബലായിലൂടെ സഞ്ചരിച്ചെങ്കിലേ മനുഷ്യൻ ലുബ്ബിലെത്തുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തയിലൂടെയുള്ള യാത്രയിലേ അവരെത്തിയിട്ടുള്ളൂ. അവർ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയ ആളുകൾ ഈ ബലായിലൂടെ പോയെങ്കിലേ അവൻ അൽബാബ് ലുബുള്ള ആളാവുള്ളൂ. അതാണ് ലുബ്. ബലാ എന്ന് പറഞ്ഞാൽ ആ യാത്ര നടത്തണം നമ്മൾ. അതൊരു പ്രാഥമിക ദശയാണ് നമ്മുടേത്. അള്ളാഹു ഗാഫിറുൽ ദംബി ഖാബിലു തൗബി ലിത്തൗലി ശദീദുൽ ഇഖാബ് എന്ന് പറയും. ആദ്യത്തെ ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ പറയും. എല്ലാ തെറ്റുകളെയും പൊറുക്കുന്നവനാണവൻ. ഖാബിലു തൗബി, പക്ഷാതാപം സ്വീകരിക്കുന്നവനാണവൻ. പക്ഷേ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. പിന്നെ എന്തുവാകെ പുറത്തു കഠിനമായി ശിക്ഷിക്കുന്ന അതല്ല. ശദീദുൽ ഇഖാബ് എന്ന പടിപടിയായി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യാക്കോബ് ഒരു മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക്, അതാണ് ഇഖാബ്. അഖീദ ഒരു ശുദ്ധീകരണം നടത്തി, പിന്നെ അടുത്ത ശുദ്ധീകരണം, പിന്നെ അടുത്ത ശുദ്ധീകരണം. ഫിൽട്ടറാണ് നമ്മുടെ മനസ്സിനെ. അവസാനാണ് നമ്മുടെ മനസ്സുണ്ടാവുന്നത് അസുബാകുന്നത്. അതാണ് ഹാദാ മാവുൻ അസുബൻ എന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പോഴാണ് ഒരു ജലം ശുദ്ധജലമാവുന്നത്. അത് സിദ്ദീഖ് പറഞ്ഞു. മഴ ഭൂമിയിലേക്ക് വീഴുന്നു. ആ മഴവെള്ളം മലിനജലങ്ങളിലൂടെ നിരന്തരമായ യാത്ര നടത്തി ശുദ്ധീകരണ പ്രക്രിയകളിലൂടെ അവസാനം അത് ശുദ്ധമായ ജലമായി മാറിയാൽ അത് മാഉൻ അദുബായി.